ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഇനി കോടതി കൂടാനായിട്ട് നാളെയാണ് കോടതി കൂടുന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ പ്രീതി കോടതിയിൽ പോയി എന്തു പറയാനാണ്, അവൾക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് രോഹിത് പറയുകയാണ്. അന്നേരം ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. പ്രീതി എഴുന്നേറ്റ് നടന്നില്ലേ, പ്രീതിയുടെ തലച്ചോറിൽ എന്തോ ഒരു മാറാല വന്ന് മൂടിയിരിക്കുകയാണ്. അത് ദൈവം കൂടെ ഉള്ളത് കൊണ്ട് അത് മാറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് പഞ്ചകൈലാസത്തിലെ ട്രിപ്പ് ഒന്നുകൂടി നമുക്ക് റീക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. അതേ സീറ്റിൽ, അതേ വണ്ടിയിൽ, അതേ സംഭാഷണത്തിൽ, അതേ ആൾക്കാർ, നമ്മളെല്ലാവരും കൂടി പോകുന്നു. അന്നേരം പ്രീതിക്ക് എല്ലാം ഓർമ്മ വരും എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അതെല്ലാവരും സമ്മതിക്കുകയാണ്. തുടർന്ന് അതിന് സുസ്മിത വരുമോ എന്നുള്ളൊരു സംശയം രോഹിത് അവിടെ പറയുമ്പോൾ ഇത് സത്യാമ്മ അറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയാണ്, വിനോദയാത്ര എന്ന് മാത്രമേ പറയത്തുള്ളൂ. വരില്ല എന്ന് പറഞ്ഞാൽ സത്യാമ്മ എന്തായാലും അവളെ ഈ വീട്ടിൽ വച്ചേക്കില്ല. അതുകൊണ്ട് അവൾക്ക് വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്യമം, ശ്രമം ഫലം കാണും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് ഇവരിങ്ങനെ പറയുമ്പോൾ ആ ഒരു യാത്ര ഇങ്ങനെ ഇടയ്ക്കിടയിൽ കാണിക്കുന്നുണ്ട്. അവർ പഴയ പോയതുപോലെ ആ വണ്ടിയിൽ, ഇന്നോവ വണ്ടിയിൽ ബാക്ക് സീറ്റിൽ രോഹിത്തും സുസ്മിതയും, പിന്നീട് ഇടയ്ക്കുള്ള സെൻട്രൽ സീറ്റിൽ പ്രീതിയും അർജുനും കുഞ്ഞും, ഡ്രൈവർ സീറ്റിൽ വിഷ്ണുവും, ഇപ്പുറത്തെ ശാലിനിയും അതിങ്ങനെ പോകുന്നതും ആ പഴയ പോലെ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. തുടർന്ന് അവർ പോകുന്നത് തന്നെയാണ് കാണിക്കുന്നത്. സുസ്മിത മാത്രം ഒക്കെ വലിച്ചിറക്കി കെട്ടി എന്തോ ദേഷ്യം പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും വളരെ സന്തോഷത്തിൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വണ്ടിയിലിരുന്ന് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ സുസ്മിതയോട് പറഞ്ഞിട്ടില്ല പഞ്ചകൈലാസത്തിലേക്കാണ് പോകുന്നതെന്ന്. അന്നേരം സുസ്മിത മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതിനിടയിൽ എന്തിനാണാവോ ഒരു വിനോദയാത്ര, പാമാൻറ്റി നിർബന്ധമായിട്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പോകുന്നത്. അല്ലെങ്കിൽ പറ്റിയ സാധനങ്ങൾ തന്നെ, വിനോദയാത്ര പോകാനായിട്ട് പറ്റിയ ശവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും മാറി മാറി നോക്കുകയും അങ്ങൊരു ദേഷ്യത്തോടെ അങ്ങ് വെളിയിലേക്ക് നോക്കിയിരിക്കുകയും ഒക്കെയാണ് സുസ്മിത ചെയ്യുന്നത്. തുടർന്ന് സുസ്മിത തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പിന്നെ ഈ വിനോദയാത്രയ്ക്ക് പോയി നിന്ന് കൊടുക്കാം, വേറെ പോകാനായിട്ട് എനിക്ക് വേറെ സ്ഥലമില്ല, എന്തായാലും തോറ്റിട്ട് അമ്മയുടെ അടുത്തേക്ക് മടങ്ങുന്ന പ്രശ്നമില്ല, ഇവിടെ നിന്ന് തന്നെ വിജയിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു കൂടെ ഇങ്ങനെ ബാക്ക് സീറ്റിലേക്ക് നോക്കുന്നുണ്ട്, ശാലിനിയും നോക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനോട് ശാലിനി ഇങ്ങനെ തുടങ്ങിക്കോന്ന് ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അന്ന് പറഞ്ഞതുപോലെയുള്ള ഡയലോഗുകൾ അവിടെ പറയുകയാണ്. കാറിനകത്ത് എന്താണൊരു മൂകത, അമ്മ നമ്മൾ 3 കപ്പിൾസിനെയും പറഞ്ഞയച്ചു ഹണിമൂൺ പോലെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷെ പ്രീതിയാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ആ പഴയ അന്ന് പറഞ്ഞതുപോലെ വിഷ്ണുവിനെ ഇങ്ങനെ ഞോണ്ടിയിട്ട് ഈ വിഷ്ണുവിൻ്റെ ഒരു നാണവുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ദേഹത്ത് തുടരുത്, എൻ്റെ കൺട്രോൾ പോവും എന്നിങ്ങനെ വിഷ്ണു അന്ന് പറഞ്ഞതുപോലെ ആ സംഭവങ്ങൾ, ആ ഡയലോഗുകൾ അതേപോലെ പറയുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ കാറിനുള്ളിൽ സംഭവം സുസ്മിത ഓർക്കുകയാണ്. തുടർന്ന് അർജുൻ പറയുകയാണ്, ദേ ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടില്ലേ, ആരോ മരിച്ചു പോയതുപോലെ. ആ കേസിൻ്റെ കാര്യവും പറഞ്ഞ് ഇന്നലെ എന്നെ പൊടി ഉറക്കിയിട്ടില്ല, അർജുനേട്ടൻ തോറ്റുപോകുമല്ലോ, കേസിനൊരു തുമ്പും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെപ്രാളമായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു എന്നൊക്കെ അർജുൻ പറയുന്നു. പക്ഷെ അന്ന് അർജുൻ പറയുന്നത് ആ സിദ്ധൻ വന്ന് പറഞ്ഞതാണ്, സ്വപ്ന ദോഷങ്ങൾ വല്ലതും ഉണ്ടോ, കുഞ്ഞിനാരും ഇല്ലാതെയാകും എന്നൊക്കെ പറഞ്ഞ് പ്രീതി സ്വപ്നം കണ്ട് കരഞ്ഞ കാര്യം ഇന്നിവിടെ കേസായിട്ട് അർജുൻ ഇവിടെ പറയുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവുകയാണ്. ഇതിപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്, ആ ഒരു സംഭവം അന്നത്തെ പഞ്ചകൈലാസം ട്രിപ്പ് ഇവർ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണോ, ഇരിക്കുന്നത് വരെ അതേ പൊസിഷൻ, അതേ ഡയലോഗ്, അതേപോലെ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട് ഇവരുടെ സംസാരവും ബഹളവും ഒക്കെ കേട്ടിട്ട്. പക്ഷെ പ്രീതിയാണെങ്കിൽ ആര് പറയുന്നത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പ്രീതി ഇങ്ങനെ കൂടെ എല്ലാവരെയും നോക്കിയിട്ട് അങ്ങ് വെളിയിലേക്ക് നോക്കി തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഈ യാത്രയിൽ പാറക്കുട്ടി പ്രീതിയുടെ കയ്യിലില്ല, കുഞ്ഞിനെ കാണിക്കുന്നില്ല. കഴിഞ്ഞ യാത്രയിലുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ കാണിക്കുന്നില്ല. തുടർന്ന് പ്രീതിയുടെ ഭാവമൊക്കെ കണ്ടിട്ട് സുസ്മിത കരുതുന്നുണ്ട്, ഇത് ശാലിനിയെ നോക്കിയിട്ട് ഇവളുടെ ബുദ്ധിയായിരിക്കും, പക്ഷേ ഇവൾക്കിത് എന്ത് തേങ്ങ ഓർമ്മ വരാനാണ്, ഒന്നും വരാൻ പോകുന്നില്ല, എന്തായാലും വെറുതെ ഇരുന്ന് കൊടുക്കാം എന്നും പറഞ്ഞ് പ്രീതി ഒന്നും ശ്രദ്ധിക്കാത്തത് കണ്ട് സുസ്മിത അങ്ങ് ടെൻഷൻ ഇല്ലാതെ ഇരിക്കുകയാണ്. തുടർന്ന് പ്രീതിയോട് ശാലിനി പറയുന്നുണ്ട്, കേസിൻ്റെ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമ്മൾ തന്നെ ജയിക്കുമെന്ന്. അന്നേരം പിന്നെ ജയിക്കുമെന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് രോഹിത്തിനോട് അന്ന് ചോദിച്ചതുപോലെ, എന്താ ബാക്ക് സീറ്റിൽ അനക്കമൊന്നുമില്ലല്ലോ, എന്താ ഹാപ്പി അല്ലേ രോഹിത് ബ്രോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഹാപ്പിയാണെന്നിങ്ങനെ രോഹിത് ചിരിച്ച് പറയുന്നുണ്ട് അന്ന് പറഞ്ഞതുപോലെ. പക്ഷേ സുസ്മിത രോഹിത്തിനെ ഒന്ന് നോക്കിയിട്ട് മനസ്സിൽ പറയുകയാണ്, അഭിനയം തീരെ പോരാ, ഇത് ഞാൻ പൊളിച്ച് കൈ തരാം എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ രൂക്ഷമായിട്ട് സുസ്മിതയെ തന്നെ നോക്കിയിരിക്കുകയാണ്.
തുടർന്ന് അവർ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ അവിടെ റോഡ് സൈഡിൽ ഒരു വലിയ ഒരു ആൽമരം പോലെ ഒരു മരത്തിൽ കുറച്ച് പട്ടൊക്കെ കെട്ടിയിരിക്കുകയും അന്ന് അവർ പഞ്ചകൈലാസത്തിൽ കണ്ട അതേപോലത്തെ ഒരു മരം, പട്ടും പിന്നെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്, എന്തൊക്കെയോ യന്ത്രങ്ങളും അതിലിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കും, തൊട്ടിലൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ പ്രീതിക്ക് എന്തോ പോലെ തോന്നുകയാണ്. പെട്ടെന്ന് വണ്ടി നിർത്തി വിഷ്ണുവേട്ടാന്ന് പറയുമ്പോൾ വിഷ്ണു കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. നിർത്തുമ്പോൾ റിവേഴ്സ് എടുക്കാൻ പറയുകയാണ്. തുടർന്ന് റിവേഴ്സ് എടുത്ത മരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ പ്രീതി നിർത്താൻ പറയുകയാണ്. തുടർന്ന് പെട്ടെന്ന് പ്രീതി അങ്ങ് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും അർജുനും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അന്നേരം ഇതെന്താ സംഭവം, ഇവിടെ എന്താ നോക്കാമെന്നും പറഞ്ഞ് സുസ്മിത ഇറങ്ങുന്നുണ്ട്, രോഹിത് ഇറങ്ങുകയാണ്. തുടർന്ന് ആ മരം ഇങ്ങനെ ഫുള്ള് പ്രീതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം പ്രീതിക്ക് ആ പഞ്ചകൈലാസത്തിൽ യന്ത്രം സ്ഥാപിച്ച അതേ മരം ഓർമ്മ വരികയാണ്. അർജുനും പ്രീതിയും കൂടിയ മരം സ്ഥാപിച്ചതും അവിടെ പൂജാരിയെ കണ്ടതും തൊഴുതതും ഒക്കെ സംഭവങ്ങൾ ഓർക്കുകയാണ്. തുടർന്ന് ശാലിനിയോട് പറയുന്നുണ്ട്, ഇതുപോലത്തെ മരത്തിലല്ലേ അന്ന് സിദ്ധൻ തന്ന യന്ത്രം ഞാൻ സ്ഥാപിച്ചത്, അങ്ങ് പഞ്ചകൈലാസത്തിൽ എന്ന് ചോദിക്കുമ്പോൾ പ്രീതിക്ക് ഓർമ്മ വന്നോ എന്നും പറഞ്ഞ് ശാലിനി നിൽക്കുകയാണ്. എല്ലാവർക്കും അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ ശാലിനി ചോദിക്കുകയാണ്. മോളെ എന്താ ഓർമ്മയുണ്ടെന്നൊക്കെ വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. തുടർന്ന് പ്രീതി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രീതിക്ക് പെട്ടെന്ന് അങ്ങ് തല ഇറങ്ങുകയാണ്. അന്നേരം തല കറങ്ങുന്നു എന്ന് പറയുമ്പോൾ സുസ്മിതയാണെങ്കിൽ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. ഇവൾക്ക് ഓർമ്മ വന്നോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തല കറങ്ങുന്നു എന്ന് പ്രീതി പറയുമ്പോൾ തല കറങ്ങി വീണങ്ങ് ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് അർജുൻ വന്ന് വാ വണ്ടിയിൽ കയറുമെന്നും പറഞ്ഞ് പ്രീതിയെ വിളിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ രോഹിത്തും അങ്ങ് വണ്ടിയിൽ കയറുകയാണ്. തുടർന്ന് വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ശ്രമിച്ചുകൂടെ എന്ന്. അന്നേരം വേണ്ട വിഷ്ണു കേട്ടോ, അത് ചിലപ്പോൾ പ്രീതിക്ക് കൂടുതൽ ഓർമ്മ മറവിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, കുറച്ചുകൂടി പോട്ടെ എന്ന് പറഞ്ഞ് അവർ വീണ്ടും യാത്ര തുടരുകയാണ്. തുടർന്ന് കാറിലിരിക്കുമ്പോഴും പ്രീതിയുടെ മനസ്സ് മുഴുവൻ പഞ്ചകൈലാസത്തിലെ മലനിരകളും മഞ്ഞും ഒക്കെ തന്നെയാണ്. അന്നേരം അർജുൻ ചോദിക്കുന്നുണ്ട്, പ്രീതി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അർജുനേട്ട ഇപ്പോൾ ഒന്നും ചോദിക്കണ്ടെന്ന്. എന്നിട്ട് സുസ്മിതയും ഒന്നിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ പ്രീതി അപ്പോഴും വല്ലാത്തൊരവസ്ഥയിലും ആ പഞ്ചകൈലാസം ഒക്കെ ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തുടർന്ന് അവർ വണ്ടി കുറേ നേരം വിഷ്ണു ഓട്ടിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മലനിരകളിലേക്ക് എത്തുകയാണ്. പഞ്ചകൈലാസമാണോ എന്നറിയില്ല. തുടർന്ന് അവിടെ എത്തുമ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ്. വിഷ്ണുവും ശാലിനിയും അർജുനും പ്രീതിയും ഇറങ്ങുന്നുണ്ട്. പക്ഷേ സുസ്മിത ഇറങ്ങാതെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ ഇറങ്ങുന്നില്ലേ എന്ന്. അന്നേരം ഞാൻ സംശയിച്ചതുപോലെ തന്നെയെന്നൊക്കെ സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ഞാൻ കാറിനകത്ത് തന്നെ ഇരുന്നോളാം, എനിക്കൊരു താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് അങ്ങോട്ട് ഇറങ്ങും, കാറിനകത്ത് ഇരിക്കാനാണ് ഇവിടെ വന്നത്, അതോ ഞാൻ ഇനി സത്യമായി വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങുന്നിങ്ങനെ രോഹിത് കാണിക്കുമ്പോൾ ഇഷ്ടമില്ലാതെ തന്നെ സുസ്മിത ഇറങ്ങുകയാണ്. തുടർന്ന് ശാലിനി പ്രീതി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആ മലനിരകളുടെ തുമ്പത്തേക്ക് ഒരു കുന്നിൻ മുകളാണ്, പഞ്ചകൈലാസമാണോ എന്ന് പറയുന്നില്ല. അവിടെ എത്തുമ്പോൾ നല്ല സ്ഥലമല്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്ന് നമ്മൾ പഞ്ചകൈലാസത്തിൽ പോയപ്പോൾ ആ സൂയിസൈഡ് പോയിന്റ് പോലെ തോന്നുന്നില്ലേ എന്നൊക്കെ പ്രീതിയോട് ചോദിക്കുകയാണ്. അന്നേരം എനിക്കെന്തോ ആ മരത്തിൽ സ്ഥാപിച്ച യന്ത്രങ്ങൾ കണ്ടപ്പോൾ മുതൽ എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരികയാണ്. പഞ്ചകൈലാസത്തിലെ യാത്രയാണ് എൻ്റെ മനസ്സിൽ. അന്ന് നമ്മൾ യന്ത്രം സ്ഥാപിച്ച ശേഷം പൗർണമി ദിനം പിറ്റേ ദിവസം തൊഴുവാനായിട്ട് നമ്മളവിടെ കാണണം എന്നല്ലേ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ നേരെ റിസോർട്ടിലൊക്കെ അല്ലേ പോയത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് പ്രീതി പറയാൻ തുടങ്ങിയാണ്. അന്നേരം ശാലിനിക്കും അർജുനും വിഷ്ണുവൊക്കെ അത് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ സുസ്മിതയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. തൻ്റെ കള്ളി വെളിച്ചത്താവും എന്നുള്ള ഒരു രീതിയിൽ തന്നെ സുസ്മിത നിൽക്കുകയാണ്. പിറ്റേന്ന് മൃത്യുഞ്ജയ പൂജ ഉള്ളതുകൊണ്ട് നമ്മൾ അന്ന് ആ റിസോർട്ടിൽ തന്നെ താമസിച്ചു. അന്നാണ് സുസ്മിത സ്നേഹത്തോടെ രോഹിത്തിനോട് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞ് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെ നിൽക്കുന്ന രോഹിത്തും സുസ്മിതയും കൂടി സ്നേഹത്തോടെ സംസാരിക്കുന്നതും മുകളിൽ നിന്ന് ഇവർ കേൾക്കുന്നതും ഒക്കെ ആ രംഗങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട്. അതിനുശേഷം രാത്രി നമ്മൾ നല്ല ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ പാടി. സുസ്മിതയാണെങ്കിൽ ആദ്യമേ വേറൊരു പാട്ട് പാടി, രോഹിത്താണെങ്കിൽ മരണത്തെക്കുറിച്ചുള്ളൊരു പാട്ട് പാടി. അന്നേരം മരണത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുള്ള പാട്ട് വേണ്ടാന്നും പറഞ്ഞ് വിഷ്ണുവേട്ടൻ ഇടയ്ക്ക് കയറി പിന്നെ ആശ്വസിപ്പിച്ചു, സുസ്മിതയെ ആശ്വസിപ്പിച്ചു. സുസ്മിത കരഞ്ഞു, എല്ലാവരും കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് എന്നെക്കാളും നല്ല ഓർമ്മയാണല്ലോ എന്നും പറഞ്ഞ് സുസ്മിത ആകെ ടെൻഷൻ ഇരിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവേട്ടൻ ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞിട്ട് അത് എന്താ പാട്ട് എന്നും പറഞ്ഞ് പ്രീതി ഇങ്ങനെ ആലോചിക്കുമ്പോൾ കാറ്റാടി തണലു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതെ എന്നിങ്ങനെ ഓരോന്നായിട്ട് ഓർത്ത് പറയുകയാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കുറേ നേരം ഇരുന്നു. പക്ഷെ പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം മൃത്യുഞ്ജയ പൂജ ഉള്ളതിനാൽ രാവിലെ നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. പക്ഷേ എന്തോ ഒരു അപകടം വരും എന്നുള്ള രീതിയിൽ എന്തോ കാരണത്താൽ ശാലിനി ഭയങ്കര പേടിയുള്ള അവസ്ഥയിലായിരുന്നു എന്ന് പറയുമ്പോൾ ശാലിനിയോട് പറയുന്നുണ്ട്, പ്രീതിക്ക് മരണത്തോടടുത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് യന്ത്രം സ്ഥാപിച്ച് ജപിച്ചു തന്ന സിദ്ധൻ എനിക്കൊരു സ്വപ്നത്തിലൊരു ദർശനം നൽകി പറഞ്ഞു, കർണിലെ കൃഷ്ണമണി പോലെ കാക്കണം, എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തിടുക്കം കൂട്ടിയത് പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ എന്നൊക്കെ കരഞ്ഞ് ശാലിനി പറയുമ്പോൾ അതിനെന്താ സാരമില്ലല്ലോ, ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയല്ലോ, ഇപ്പോൾ ഓർമ്മയൊക്കെ വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ശാലിനിയെ ആശ്വസിപ്പിക്കുകയാണ്.
തുടർന്ന് അന്നേരം ഞാൻ പെട്ടു, ഇവിടെ എങ്ങാനും സൂയിസൈഡ് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ പോയി ചാവാമായിരുന്നു എന്നൊക്കെ സുസ്മിത ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ബാക്കി എല്ലാവരും ആകാംക്ഷയോട് കൂടി നിൽക്കുകയാണ്, പ്രീതി എന്താണ് പറയുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ. തുടർന്ന് രോഹിത്തല്ല പ്രീതിയോട് ശാലിനി ചോദിക്കുകയാണ്, രണ്ടാമത് നമ്മൾ ശിവക്ഷേത്രത്തിൽ തൊഴുവാനായിട്ട് പോയത് ഓർമ്മയുണ്ടോ എന്ന്. അന്നേരം ഓർമ്മയുണ്ട് എന്നിങ്ങനെ പ്രീതി പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, പ്രീതിനെ എന്ത് പറയും എന്നുള്ള ഉദ്ദേശത്തിൽ. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷെ അതിനി അവിടെ പ്രീതി ഓർമ്മിച്ചു പറയുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ എന്തായാലും പറയുമായിരിക്കും. അങ്ങനെ പ്രീതിയുടെ ഓർമ്മ വരാനാണ് സാധ്യത. സുസ്മിതയ്ക്ക് എന്തായാലും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അതോ ഇനി എപ്പിസോഡ് നീട്ടാനായിട്ട് കുറച്ചുകൂടെ പോകുമെന്നും അറിയില്ല. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്